മൊഡ്യൂൾ 4-ൽ നിന്ന് പാർട്ട് ബിയിൽ, അതായത് 6 മാർക്കിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസിൽ നിന്ന് വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യനാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ: എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലൈറ്റ് ഫ്രം എ ലേസർ സോഴ്സ്, ഗിവ് 3 ആപ്ലിക്കേഷൻസ് ഓഫ് ലേസർ എന്നാണ്. ഈ ക്വസ്റ്റ്യന് 2 പാർട്ടുണ്ട്. ആദ്യം ലേസറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതണം. പിന്നെ ലേസറിൻ്റെ ആപ്ലിക്കേഷൻസ് എന്താണെന്ന് എഴുതണം. വളരെ എളുപ്പമാണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേസർ എന്ന് എഴുതുക. അതിൻ്റെ കൂടെ ഒന്നാമത്തെ പോയിന്റ് മോണോക്രോമാറ്റിസിറ്റി. മോണോ എന്ന് പറഞ്ഞാൽ ഒന്ന്, ക്രോമാറ്റിസിറ്റി എന്ന് പറഞ്ഞാൽ കളർ, ക്രോം എന്ന് പറഞ്ഞാൽ കളർ. അപ്പോൾ മോണോക്രോമാറ്റിസിറ്റി എന്ന് പറഞ്ഞാൽ സിംഗിൾ കളേർഡ് എന്നാണ് അതിൻ്റെ മീനിങ്. അതായത് ലേസറിന് ഒരൊറ്റ കളറിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്നാണ്. അടുത്തത് കൊഹറൻസ്. കൊഹറൻസ് എന്ന് പറഞ്ഞാൽ റെഗുലർ ആൻഡ് കണ്ടിന്യൂസ്. ലേസർ മുറിഞ്ഞൊന്നും അല്ല പോവുക, റെഗുലർ ആയിരിക്കും. അത് ലേസർ ബീം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും. മൂന്നാമത്തെ പോയിന്റ് ഹൈ ഇൻറ്റൻസിറ്റി. ലേസറിന് ഭയങ്കര തീവ്രതയായിരിക്കും. 4 ലോ ഡൈവേർജൻസ്. ലേസറിന് വരുന്ന ലൈറ്റ് നമ്മൾ ടോർച്ചിൽ നിന്ന് വരുന്ന ലൈറ്റ് പോലെ ഇങ്ങനെ പരന്നു പോകുന്ന ലൈറ്റല്ല. ലേസറിൽ നിന്നുള്ള ലേസർ ബീം ഒരു ഹൈലി ഡയറക്ഷണലായിട്ടുള്ള ഒരു നേരോ ആയിട്ടുള്ള ബീമായിരിക്കും ഉണ്ടാക്കുക എന്നാണ്. ഡൈവേർജൻസ് എന്ന് പറഞ്ഞാൽ ഈ പരന്നു പോവുക എന്നാണ്. അപ്പോൾ ലോ ഡൈവേർജൻസ് എന്ന് പറഞ്ഞാൽ ലേസറിൽ നിന്നുള്ള ലൈറ്റ് വല്ലാതെ അങ്ങ് പരന്നു പോവാതെ ഹൈലി ഡയറക്ഷണലായിട്ടായിരിക്കും മുന്നോട്ട് പോവുക എന്ന്. അടുത്തത് ആപ്ലിക്കേഷൻസ് ഓഫ് ലേസറാണ്. ലേസറിൻ്റെ ആപ്ലിക്കേഷൻസ്: 1 മെക്കാനിക്കൽ ആപ്ലിക്കേഷൻസ് ഉണ്ട് ലേസറിന്. അതിൽ ലേസർ കട്ടിങ്, ലേസർ വെൽഡിങ്, ലേസർ ഗ്രൈൻഡിങ് എന്ന് പറയുന്നതൊക്കെ നമുക്ക് എഴുതാം. പിന്നെ മെഡിക്കൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. മെഡിക്കൽ ആപ്ലിക്കേഷൻസിൽ ബ്ലഡ്ലെസ് സർജറി ഉണ്ട്. സാധാരണ സർജിക്കൽ നൈഫ് ഉപയോഗിച്ചിട്ട് നമ്മൾ സർജറി നടത്തുന്ന സമയത്ത് ബ്ലഡ് ലോസ് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ലേസർ ഉപയോഗിച്ചിട്ട് സർജറി ചെയ്യുന്ന സമയം ബ്ലഡ്ലെസ് സർജറിക്ക് സാധ്യമാണ്. പിന്നെ ഐ ട്രീറ്റ്മെൻറ്റ് നമുക്കറിയാവുന്നതാണ്. ഐ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കാം. അടുത്തത് ടു ഡിസ്ട്രോയ് കിഡ്നി സ്റ്റോൺ. പിന്നെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് ലേസർ ഉപയോഗിക്കാറുണ്ട്. കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റ്സ്, പ്ലാസ്റ്റിക് സർജറി പോലെയുള്ള ആപ്ലിക്കേഷൻസിൽ. അടുത്ത സിഗ്നലിങ്ങിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. സിഗ്നൽസ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. പോയിൻ്ററിൻ്റെ ഗണ്ണ് എല്ലാവർക്കും അറിയാവുന്നതാണ്. സ്കാനർ, പ്രിൻ്റർ, പിന്നെ ബാർകോഡ് റീഡർ, സെക്യൂരിറ്റി സിസ്റ്റംസ്. വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യനാണ്. 6 മാർക്കാണ് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടാവുന്നത്. ഓക്കെ.